ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ദുർഖൈം ആൻഡ് എൻലൈറ്റ്മെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ദുർഖൈമിന് എൻലൈറ്റ്മെൻറ്റുമായിട്ടുള്ള എന്താണ് ബന്ധം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിന് മുമ്പ് ദുർഖൈം ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ദുർഖൈം ഇസ് ആൻ very important sociologist as far as our sociology, classical sociologists are concerned. Okay, അപ്പം അദ്ദേഹം സോഷ്യോളജിയുടെ ശാസ്ത്രീയമായിട്ടുള്ള സോഷ്യോളജിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് സയൻറ്റിഫിക് സോഷ്യോളജി എന്നറിയപ്പെടുന്ന ആളാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാം. We now turn to Durkheim as a sociologist who took on the mantle from Comte, who was his predecessor. അപ്പം കോംറ്റയ്ക്ക് ശേഷം വളരെ ഗഹനമായിട്ട് സോഷ്യോളജിയെ വളരെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനാണ്, സോഷ്യൽ സയൻറ്റിസ്റ്റാണ് ദുർഖൈം എന്ന് പറയുന്നത്. ദുർഖൈം ബിലീവ്ഡ്, അൺലൈക്ക് കോംറ്റെ, ദാറ്റ് the Enlightenment was not all negative, but in fact did have some position aspects such as emphasis of scientific method. അപ്പം ദുർഖൈം കോംറ്റയെ പോലെ എൻലൈറ്റൻമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല. എന്നിരുന്നാലും ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചേഞ്ചസ് തീർച്ചയായിട്ടും അത്തരം സ്കീംസിലൊക്കെ വരുത്തണമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ഓക്കെ, അദ്ദേഹം അനാർക്കി അല്ലെങ്കിൽ സോഷ്യൽ കെയോസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനൊക്കെ എതിരാണ്. അതായത് വളരെ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഹാർമോണിയെ തകർക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. സോഷ്യൽ അനാർക്കി എന്നതും അതുപോലെ കെയോസ് എന്നതും ഒക്കെ. അതുകൊണ്ട് അതിനൊരു പരിഹാരം നിർബന്ധമായിട്ടും ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അത്തരം സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇനി വേണ്ടുന്ന റിസർച്ചുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഇത്തരത്തിൽ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് വർക്ക്സാണ് ഇനി സോഷ്യോളജിസ്റ്റുകളെല്ലാം കൈക്കൊള്ളേണ്ടതെന്നും പഠിക്കേണ്ടതെന്നും ഒക്കെയാണ് ദുർഖൈം അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന പുസ്തകം ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1895. അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ, സോഷ്യോളജി ഇസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്റ്റ്. സോഷ്യോളജി എന്നാൽ സാമൂഹിക സത്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് സോഷ്യൽ ഫാക്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് യൂട്യൂബിലൂടെ. ഓക്കെ, ദീസ് സോഷ്യൽ ഫാക്ട്സ് ആർ സച്ച് ദാറ്റ് ദേ ആർ എക്സ്റ്റേണൽ ടു ആൻഡ് കൊയേഴ്സീവ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ സൊസൈറ്റി. അതായത് ഇൻഡിവിജ്വലിൻ്റെ പുറത്ത് നിലനിൽക്കുന്നതും, അതായത് ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലല്ല, വ്യക്തിയുടെ ഉള്ളിലല്ല, പകരം വ്യക്തിക്ക് പുറത്തായിട്ട് നിലനിൽക്കുന്നതും വ്യക്തിയെ സമൂഹത്തിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് സോഷ്യൽ ഫാക്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? യെസ്, ഇറ്റ് ഈസ് സോഷ്യോളജി.